പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഇന്ന് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. എല്ലാവരും ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മനോഭാവത്തോടെ ഇരിക്കേണ്ട. അതിന് പ്രാരംഭത്തിൽ നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്ന് മാത്രം നമ്മൾ ചിന്തിക്കുന്നു. ഒന്നാം അധ്യായത്തിന്റെ 3ഉം 4ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. സാറാം സിസ്റ്റർ. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞുപോയി ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ. സിസ്റ്റർ മതി. ഹല്ലേലൂയ. അപ്പം ഇവിടെ നമ്മൾ വായിച്ചത് നമുക്കറിയാം, നെഹമ്യാവിന്റെ പുസ്തകം എല്ലാവർക്കും. നെഹമ്യാവ് ഒരു പാനപാത്രവാഹകനായിരുന്നു. നെഹമ്യാവിനെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് കിട്ടുന്ന ഏറ്റവും ടോപ്പ് പൊസിഷൻ ഇരിക്കുകയായിരുന്നു. നെഹമ്യാവിന് ഭക്ഷണത്തിനാകട്ടെ, വസ്ത്രത്തിനാകട്ടെ, പാർപ്പിടത്തിനാകട്ടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ഒരു ഭാരം ഉണ്ടായിരുന്നില്ല. പക്ഷെ നെഹമ്യാവിന്റെ മുമ്പിലേക്ക് ഇവിടെ ഒരു വിഷയം എത്തുകയാണ്. അപ്പൊ ആ വിഷയത്തിന് വേണ്ടി നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു എന്ന് കേൾക്കുക. അപ്പൊ നിങ്ങളെല്ലാം ഒരു ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുമ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു മനുഷ്യനെ കുറിച്ച് തന്നെ നമുക്ക് കേൾക്കാം. ഇവിടെ നെഹമ്യാവ് എന്തിനു വേണ്ടി കരയും, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് അവർ എന്നോട്, പ്രവാസം തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിൽ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വിഷയം ഇവിടെ വന്നു. ആരുടെ വിഷയ? സ്വന്തം സ്ഥലമായി യെരുശലേമിന്റെ വിഷയമാണ്. അവിടുത്തെ മതിലുകൾ ഇടിഞ്ഞും വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്ന കണ്ടിട്ട് നെഹമ്യാവ് ദൈവത്തോട് ഉപവസിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കും നമ്മൾ കാണാം. ഇന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യം ഇത് തന്നെയാണ്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഭവനം എടുത്താലും ആ ഭവനത്തിന്റെ മതിൽ ഇടിഞ്ഞും വാതിൽ തീ വെച്ച് ചുട്ടും കിടക്കുന്നു ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഓരോ ദിവസവും പത്രം നിർത്തുമ്പോഴും ഓരോ ദിവസം TV വെക്കുമ്പോഴും നമ്മൾ ഭയാനകമായ ന്യൂസുകളാണ് കാണുന്നത്. പിശാച് അവന്റെ സർവ്വശക്തിയും എടുത്ത് എല്ലാ ഭവനത്തിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. ഇനി അത് പോട്ടെ, ഭവനങ്ങൾ വിട്ടു കഴിഞ്ഞാൽ ദൈവസഭ എടുത്താലോ, ഇന്നത്തെ സഭ നമ്മൾ കാണുന്ന പല സഭകളിലും പിശാചിന്റെ കയ്യിലാണെന്ന് പറയാൻ പറ്റും. കാരണം അവിടെ എന്തൊക്കെയാ മത്സരമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കയ്പുണ്ട്, പൊളിറ്റിക്സ് കളിയുണ്ട്, സ്വസ്നേഹമുണ്ട്, ദ്രവ്യാഗ്രഹമുണ്ട്, ഇതെല്ലാം കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ നമ്മൾ പോകും. നമ്മൾ എന്ന് നോക്കിയാലും ന്യൂസ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു പയ്യൻ 6 പേര് അത് മൃഗീയമായി കൊന്നു. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കഴുത്തറുത്ത് കളയാനോ മറ്റുള്ളവരെ കുത്താനോ കൊല്ലാനോ മുറിവേൽപ്പിക്കാനോ ഒന്നിനും ഒരു ഭയവുമില്ല. അവര് അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിലില്ലല്ലോ, മറ്റുള്ളവരുടെ വീട്ടിലല്ലേ, നമ്മുടെ വീട്ടിൽ ഇതൊന്നും വരുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ കാണുന്നത് നെഹമ്യാവ് കണ്ടത് നമ്മൾ എന്താ വ്യത്യാസമുള്ളത്? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എത്രത്തോളം അത് തീഷ്ണതയോടെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്? നമ്മൾ എത്ര നേരം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും ഉപവസിച്ച് വിഷയങ്ങൾ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഈ വിഷയങ്ങൾ എന്ത് വിഷയങ്ങൾക്കുണ്ട് നമ്മൾ ഉപവസിക്കുക വെച്ചാൽ? നമ്മുടെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ കല്യാണം, നമുക്കൊരു ഭവനം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ ഒരു കാറ് വാങ്ങിക്കാൻ, വീട് വെക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്നവരുടെ കുറച്ച് ആവശ്യങ്ങളുണ്ടാകും. ഹല്ലേലൂയ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കാണുന്ന ഒരു ഉപവാസമാണ് നെഹമ്യാവിന്റെ ഉപവാസം. പേഴ്സണലായി ഒരു കാര്യത്തിനല്ല നെഹമ്യാവ് ഉപവസിച്ചത്. വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ലാതെ നമുക്ക് എത്ര പേർക്ക് ഉപവസിക്കാൻ കഴിയും? ഹല്ലേലൂയ. നമുക്കൊന്നിരുന്ന് കരയാൻ പറ്റുന്നുണ്ട്, നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓരോ ഉപവാസവും ഓരോ പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പറയും, എനിക്ക് ലജ്ജ തോന്നുന്നു പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം വെച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കാത്ത മറ്റു പലരും ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ അയ്യോ നമുക്കിത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു മനസ്സ് വന്നില്ലല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു ഹൃദയം ദൈവം തന്നില്ലല്ലോ എന്ന് ഓർക്കാറുണ്ട്. ഞാൻ നമ്മുടെ വിഷയങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേങ്കില് ഇന്ന് കാണുന്ന പോലെ ഒരു അവസ്ഥ തന്നെയാണ് അവിടെ. നമ്മുടെയൊക്കെ ഭവനത്തിന്റെ മതിലിൽ എത്ര ഉറപ്പുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വില കൂടിയ ഗേറ്റാണ് കിടക്കുന്നതെന്ന് പറഞ്ഞാലും പിശാചിനെ കടന്നു വരാൻ വേണ്ടിയിട്ട് അതിന്റെ ഒന്നും മാറ്റി തുറന്നു കൊടുക്കുക, ഇടിച്ചു കൊടുക്കുക ചെയ്യേണ്ട കാര്യമില്ല.
നമ്മുടെ വാതിലുകളൊക്കെ നല്ല അടച്ചുറപ്പുള്ള വാതിലാണെങ്കിലും നമ്മുടെ ഭവനത്തിലേക്ക് പിശാചിന് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ തുറന്നു കൊടുക്കേണ്ട കാര്യമില്ല. ഹാലേലിയ, അവൻ വന്നോളും. ഹാലേലിയ, അവൻ എവിടെ കൂടെ എങ്കിലും ഗ്യാപ്പ് കിട്ടി ഇടിച്ചു കയറി വന്നു. പക്ഷേ ഇന്ന് ഹാലേലിയ നമുക്ക് ഇത്രത്തോളം കാവൽ കാത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവൻ ദൈവം പറയുന്ന ദേശത്തിന്റെ നല്ല കർത്താവ് കാവൽക്കാരെ രാത്രി എന്തായി എന്ന് ചോദിക്കുന്നത് കാവൽ കാക്കുന്നവരോടാ ചോദിക്കുന്നത്. രാത്രി എന്തായെന്ന് ചോദിക്കും. ഇരുട്ടിന്റെ ബലം എത്രയാണെന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇന്ന് നമ്മളോട് ഓരോരുത്തരും ദൈവം വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മറുപടി പറയും? കഴിഞ്ഞ നാളുകളിൽ ഒരു ദിവസം ദൈവദാസൻ പ്രസംഗിക്കുന്നതും കേട്ട് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കുന്ന ആണ് എഫേസ്യ ലേഖനത്തിലെ നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. നിങ്ങൾ നിൽക്കുന്ന വാഴ്ച ഏതാന്ന് വെച്ചാൽ പലർക്കും അറിയത്തില്ല. വചനം നമുക്കറിയാം, തിയറിയിൽ നമുക്കറിയാം, പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്കറിയത്തില്ല. കാരണം നമുക്കിടെ നിൽക്കുന്ന ദേശത്തൊരു വാഴ്ചയുണ്ട്, ഒരു അധികാരമുണ്ട്, അവിടെ നമുക്ക് അതിനോട് പോരാട്ടമുണ്ട്. പക്ഷെ നമ്മൾ ആരോട് പോരാടുന്നത് പോലും നമുക്കിത് തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥ മാറണം. ദൈവജനത്തിന് നമ്മൾ ഓരോരുത്തർക്കും, ഞാൻ പറയാം, നമുക്ക് ഓരോരുത്തർക്കും ആദ്യം ഒന്ന് സുബോധം ഉണ്ടാകണം. നമ്മളായിരിക്കുന്ന പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. ഇന്ന് പലപ്പോഴും നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ ഒന്ന് കേൾക്കാൻ പോലും കഴിയുന്നില്ല. കാരണം നമ്മൾ പലവിധ ചിന്തകൾ നമ്മുടെ വിഷയങ്ങൾ ഒക്കെ നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ കൃത്യമായി കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിന്റെ ആത്മാവിന്റെ ആഗ്രഹം നിങ്ങൾ വലിയ വീട് വെക്കുന്നതോ കാറ് വാങ്ങിക്കുന്നതോ ഒന്നുമല്ല. അത് നമുക്ക് ഓൾറെഡി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ നമുക്ക് തരും. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഹാലേലൂയ കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കുന്നത് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഹാലേലൂയ കർത്താവിന് വേണ്ടി നമ്മൾ എത്രത്തോളം പ്രയോജനപ്പെടുന്ന ചിന്തിക്കും. ഒരാത്മാവിന്റെ വില ഈ മുഴുവൻ ലോകത്തെക്കാട്ടും വിലയുള്ള ദൈവം പറയുമ്പോൾ ഒരാത്മാവിനെ നമ്മൾ നേടാൻ കഴിയുമെങ്കിൽ, ഒരാൾക്ക് വേണ്ടി നമ്മൾ ഒരാളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, ഒരാളുടെ പിന്മാറ്റം നിൽക്കുന്ന ഒരാളെ മടക്കി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, അബദ്ധകാരത്തിന്റെ പിടിയിലായിരിക്കും ഒരാളെ വിടുവിക്കാൻ കഴിയും. അതാ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉപവാസങ്ങളും പ്രാർത്ഥനകളും അതിന് മാറട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ദിവസത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് എന്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി. ഞാൻ വന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പറയണ്ടേ, മാർച്ച് 1-ാം തീയതി തുടങ്ങിയിട്ട് നമ്മുടെ പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരു ദിവസം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത രക്ഷയിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന വരണമെന്ന് ആഗ്രഹിക്കുന്ന 20 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത 30 ദിവസത്തേക്ക് മാർച്ച് 1-ാം തീയതി മാർച്ച് 30-ാം തീയതി വരെ 20 പേർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കണം. വ്യക്തമായ പേര് എഴുതി വെച്ച് തന്നെ പ്രാർത്ഥിക്കണം. കാരണം ഒരാൾക്ക് 20 പേരെ നേടാൻ നമ്മൾ 10 പേരുടെ 200 പേരെ നേടാൻ കഴിയുമെന്നും നമ്മുടെ പ്രാർത്ഥനകളൊന്നും വെറുതെ അല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ മറന്നു പോയാലും ദൈവം അത് മറന്നു പോകത്തില്ല. നെഹമ്യാവിന്റെ പ്രാർത്ഥന, ഇവിടെ നെഹമ്യാവിന് ഒരു കൺസേൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭാരത്തോട് നെഹമ്യാവ് പ്രാർത്ഥിച്ചു. നമ്മൾ കാണുന്ന ഈ വർത്തമാനം കേട്ട ഞാൻ ഇരുന്നു കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം നെഹമ്യാ വിഷയം കേട്ടപ്പോ ദൈവമേ ആ വിഷയത്തിന് മറുപടി കൊടുക്കണേ, അല്ലെ ഇന്ന വിഷയം ഞാൻ അങ്ങോട്ട് തരുന്നേന്നല്ല. ഇവിടെ പറയാം നെഹമ്യാ ഇരുന്നു കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ നെഹമ്യാ ഒരു ദിവസം അല്ല പ്രാർത്ഥിച്ച്, 2 ദിവസം അല്ല പ്രാർത്ഥിച്ച്, എനിക്കൊന്ന് മാസങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചു. കാരണം നെഹമ്യാവിന് അത്രത്തോളം ഈ സബ്ജക്റ്റ് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഉലച്ചു. സ്വന്തം സഹോദരങ്ങളെ ഓർത്തപ്പോൾ ആ ഭാരം വല്ലാണ്ട് നെഹമ്യാവിൽ നെഹമ്യാവിൽ ഉണ്ടായത്. നമുക്ക് ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാരം വന്നാൽ നമ്മൾ ആ ഭാരത്തോട് ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സ്വർഗത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനയായിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഭാരം വരണം. നമുക്ക് ആ ഭാരം നമ്മുടെ ഉള്ളിൽ കയറിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ നമ്മുടെ വിഷയങ്ങൾ ഓർത്ത് ഭാരപ്പെടുന്നത് പോലെ നിങ്ങൾ എന്തുകൊണ്ട് ദൈവജനത്തിനെ ഓർത്ത്, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് നമുക്കൊരു ഭാരം വരുന്നില്ല? ഈ ദിവസങ്ങളിൽ നിങ്ങളുടെയൊക്കെ ചിന്താഗതി ഉപവാസത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. അപ്പൊ ഈ ഉപവാസത്തിൽ നിങ്ങൾ എഴുതി വെച്ച ലിസ്റ്റുകളൊക്കെ നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്യാതെ ഈ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ ലിസ്റ്റുകളിലൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് ദൈവമേ നിന്റെ ഇഷ്ടം എന്താണോ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. നമ്മൾ പാടുമ്പോൾ നമ്മൾ പാടും എന്റെ ഹിതം ഒന്നും വേണ്ടപ്പ നിന്റെ ഹിതം മതിയെന്ന്. പക്ഷേ നമ്മുടെ പ്രവർത്തികൾ എപ്പോഴും നമ്മുടെ ഹിതത്തിനനുസരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹിതം ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവഹിതത്തിന് വേണ്ടി നമ്മളെ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ഈ ആരംഭ ദിവസത്തിൽ ഈ പ്രാരംഭത്തിൽ തന്നെ നിങ്ങളൊന്ന് സമർപ്പിക്കാൻ, കർത്താവെ ഈ ഉപവാസത്തിൽ ഞാൻ എന്റെ വിഷയങ്ങളെല്ലാം ഒന്ന് എഡിറ്റ് ചെയ്യാണ്. ദൈവമേ നിന്റെ ആഗ്രഹം എന്താന്ന് എന്നോടൊന്ന് പറ, ഞാൻ അതിനുവേണ്ടി ഈ ഉപവാസത്തെ സമർപ്പിക്കാൻ പോവുകയാണ്, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതാണ് അങ്ങയുടെ മുമ്പിലേക്ക് വെക്കുന്നതെന്ന് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഇവിടെ പറയുന്ന ഉപവാസം ഇരുന്ന്, അപ്പൊ ഒരു ഭയങ്കര ഭാരത്തോടു കൂടി, ഒരു കൺസേണോട് കൂടിയുള്ള പ്രാർത്ഥനയാണ് നെഹമ്യാവ്. അപ്പൊ നമുക്കും ചില വിഷയങ്ങൾ, നമ്മുടെ പേഴ്സണൽ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഭാരമുണ്ടാകും. മറ്റുള്ള വിഷയം പറയും നമ്മളൊരു നമ്മളൊരു ഒഴുക്കം മട്ടിലായിരിക്കും നമ്മുടെ പ്രാർത്ഥന, അല്ലേ?
എത്ര പേർക്ക് വേണ്ടി നമ്മളിരുന്ന് കരഞ്ഞു ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ വിരലെണ്ണാവുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ വിഷയങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കാറില്ല അങ്ങനെ. പക്ഷേ നമ്മുടെ വിഷയങ്ങൾക്ക് നമ്മൾ, പക്ഷേ അതുപോലെ ആകരുത്. ഇവിടെ നെഹമ്യാവിനെ കണ്ട് നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ ഒരു പുസ്തകം വെറുതെ അല്ല വേദപുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. നെഹമ്യാവിന്റെ ചരിത്രം എന്ന് പറയാൻ തുടങ്ങുന്നത് ആമ എവിടെ പറയുന്നത് നെഹമ്യാവിന്റെ ചരിത്രം. അപ്പൊ നെഹമ്യാവിന്റെ ചരിത്രം വേദപുസ്തകത്തിൽ എഴുതണമെങ്കിൽ അതിന് കാരണം എന്താന്ന് വെച്ചാൽ നെഹമ്യാവിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ദൈവസന്നിധി കരയും ആമ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത്. നെഹമ്യാവ് സ്വന്തം ജനത്തിന് വേണ്ടിയിട്ടാണ് കരയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുക. അത് ദൈവം കാണാതെ പോകത്തില്ല. അതുപോലെ നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ വിട്ടിട്ട് ഒന്ന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മൾ ഹല്ലേലൂയ ആമേ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുകയും ദൈവം എവിടെയെങ്കിലൊക്കെ നമ്മുടെ പേരുകൾ എഴുതി ചേർക്കും, നാളത്തെ തലമുറയ്ക്ക് പഠിക്കാനായിട്ട്, അല്ലെ നാളത്തെ തലമുറയ്ക്ക് മാതൃകയാക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അടുത്ത 5-ാം വാക്യം ഒന്ന് വായിക്കാം സിസ്റ്ററെ. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. ആമേ. അടുത്തത് നെഹമ്യാ പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ചു നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. ദൈവത്തെ പറ്റി ആഴമൊരു ബോധ്യമുണ്ടായിരുന്നു നെഹമ്യാ പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്ന്. ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്, ദൈവത്തിന്റെ വലിപ്പം എന്താണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് ഇത് തിരിച്ചറിഞ്ഞ നെഹമ്യാവ് പ്രാർത്ഥിച്ചു. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം എന്ത്, ദൈവത്തിന്റെ വലിപ്പം എന്തെന്ന്, ദൈവത്തിന്റെ മഹത്വം എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യത്തില്ല. കാരണം ഒരിക്കൽ പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവ പ്രാർത്ഥന കേൾക്കുമെന്നും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുമെന്നും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ജൽപ്പനം പോലെ ഡെയിലി പോയിരുന്നിട്ട് ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. കാരണം നമ്മൾ ഒരിക്കൽ പറഞ്ഞ പിന്നീട് അതിനോർത്ത് സ്തോത്രം ചെയ്യും, നമുക്ക് നൽകി തന്നതിനെ ഓർത്ത്. ഹാലേലിയ. അപ്പൊ അപ്പനെ പറ്റിയുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഈ ബോധ്യത്തിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. അവിടെ നമ്മൾ ദൈവത്തിൽ ഇരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവം ആരെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ആരെന്ന് തിരിച്ച് യോബിന് ആ ബോധ്യമുണ്ടായി. യോബ് ഒത്തിരി കഷ്ടതയെ കൂടെ പോയപ്പോഴും യോബ് പറഞ്ഞു ഹല്ലേലൂയ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പറയും, ഞാൻ എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ എന്റെ ദൈവത്തെ, ഇത്ര നാൾ ഒരു കേൾവി മാത്രമേ കേട്ടു, പക്ഷെ ഞാൻ എന്റെ കണ്ണാൽ ദൈവത്തെ കാണും. ആ കഷ്ടതയിൽ കൂടെ പോകുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത യോബ്. ഹല്ലേലൂയ. നമുക്കറിയാം യോബിന്റെ ജീവിതം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രസംഗിക്കാൻ ഭയങ്കര നല്ല ഇഷ്ടമുള്ള ആളാണ് യോബ്. പക്ഷെ ജീവിതത്തിൽ നമ്മൾ യോബിനെ പോലൊന്ന് ആ ഒരവസ്ഥയെ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തൊക്കെ പറയും നമുക്കറിയാം. എല്ലാവർക്കും വേദപുസ്തകം എടുത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരാന്ന്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും യോബിനെ പറയും. നമ്മൾ പക്ഷെ എന്നിട്ട് എല്ലാവരും പറയും യോബിന് ദൈവം ഇരട്ടിയായി കൊടുത്തതായി, യോബിന് നേടിയ നന്മയെന്ന്. ഒരിക്കലും ഇരട്ടിയായി കൊടുത്തതല്ല. യോബ് ഒരു കാര്യം മനസ്സിലായി. യോബ് ആദ്യം നീതിമാനായിരുന്നു, എല്ലാവരും ദൈവത്തിന് ഇരട്ടിയായ നല്ല അനുഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ യോബ് അവിടെ തിരിച്ചറിഞ്ഞ കാര്യം, ഇത്രയും നാൾ ഒരു കേൾവി മാത്രം കേട്ട് യോബ് ദൈവത്തെ കണ്ണാൽ കണ്ടു. അല്ലെങ്കിൽ ആ ദൈവത്തെ ഇഷ്ടപ്പെട്ട് നേരിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ചില കഷ്ടതയിൽ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടാൻ ശ്രമിക്കണം. ആ കഷ്ടതയെ കൂടെ നമ്മൾ ദൈവം കടത്തിയിടുന്നതിനാ വെച്ചാൽ ദൈവത്തെ നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മുടെ ദൈവത്തെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ മഹത്വം നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ദൈവം ആരാണ്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് പറഞ്ഞ്, നമ്മുടെ ദൈവത്തെ കുറച്ച് കാണരുത്. നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ സേവിക്കുകയും വേണം, സ്നേഹിക്കുകയും വേണം. നമ്മളെല്ലാം ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ആവേശത്തിൽ വിശ്വാസമായിട്ട് വരുന്ന സമയത്ത് എല്ലാവരും ബൈബിളൊക്കെ എടുത്ത് കൈ പിടിച്ചങ്ങോട്ട് ഇറങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഇത് കൊണ്ട് താത്തു വെക്കുക, അല്ലെങ്കിൽ മാറിപ്പോ. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തെ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെയാണ്. ഞാൻ ആ ദൈവത്തെ ഒരിക്കൽ തിരിച്ചറിയുന്നവൻ ഹല്ലേലൂയ. അവിടെ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഞാൻ ഇന്ന് എൻ്റെ ഒരു സഹോദരിയോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, ഇപ്പോഴത്തെ പാസ്റ്റർമാർ പല ആൾക്കാരും വരും ഹല്ലേലൂയ, എന്താ പറയാ, അതിന് പൈസ, ഇത് പൈസ വേണം, മറ്റേ വേണം, മറിച്ച് വേണം, വലുത് വേണം, ചെറുത് എന്നൊക്കെ പറഞ്ഞിട്ട് സഭയിലുള്ള വിശ്വാസികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഞാൻ പറയും, ദൈവമാണ് അവരെ അപ്പോയിന്റ് ചെയ്തെങ്കിൽ, ദൈവമാണ് നമ്മളെ വേലയ്ക്ക് വിളിച്ചതെങ്കിൽ, ദൈവമാണ് നമ്മളെ നിർത്തിയിരിക്കുന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. നീ ചെയ്യുന്ന ദൈവത്തിന്റെ വേലയാണെങ്കിൽ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരത്തില്ലെന്നേ അതിന് വേണ്ടിയിട്ട്. കാരണം നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ നമ്മൾ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ട്, അല്ലെ സാറാമ്മ സിസ്റ്റർ? അവിടെയൊക്കെ ഹല്ലേലൂയ എന്താ പറയാ, ആൾക്കാർ ഞാൻ കൊടുത്തോളാം, ഞാനത് പെയ്തോളാം എന്ന് പറഞ്ഞ ആൾക്കാർ ദൈവത്തിന് എന്താ മനുഷ്യരുടെ ഹൃദയത്തോട് ഇടപെടാൻ പറ്റരുത്. നമ്മൾ വാഗൊണ്ട് നീ ചോദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ലക്ഷങ്ങൾ എന്റെ കരത്തിലേക്ക് വന്ന വ്യക്തി ഞാൻ. എന്റെ കുഞ്ഞിന്റെ വിഷയം വന്നപ്പോൾ സമയത്ത് എന്റെ കയ്യിൽ, ഇവിടെ പലർക്കും അറിയാം, എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലക്ഷങ്ങളുടെ ആവശ്യങ്ങൾ മുമ്പിൽ ഉണ്ടായിരുന്നു. എത്ര ലക്ഷം ഹല്ലേലൂയ ദൈവം തന്നു. കാരണം കർത്താവിനറിയാം, ദൈവത്തിന് വേണ്ടി ഒരു നിന്ന് കഴിഞ്ഞാൽ അവന്റെ കാര്യം നോക്കും ദൈവം. ആരുടെ മുമ്പിൽ ഇപ്പൊ പിച്ചെടുക്കേണ്ടി വരത്തില്ലെന്നേ. ബക്കറ്റും കാണിച്ച് പിരിവ് നടക്കുന്ന പോലെ നടക്കേണ്ടി വരത്തെ. കാരണം ആ ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയണം.
എന്റെ ദൈവം ആരാണെന്ന ബോധ്യം വേണം നമുക്ക്. ഹാലേലിയ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം എടുത്തു കഴിഞ്ഞാൽ ഹാലേലിയ അവിടെ ലാസർ ധീരമായി കിടക്കുന്ന സമയത്ത്, അതായത് തിരിച്ചും ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ മാർത്ത ഓടിച്ചല്ലോ ലാസറിന്റെ അടുത്തേക്ക്, അല്ല സോറി, യേശുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറയും, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പൊ അവർക്കൊരു ബോധ്യമുണ്ട്, യേശു ഉണ്ടെങ്കിൽ മരണം നടക്കത്തില്ലായിരുന്നു. ഹാലേലിയ. ജീവിക്കുമായിരുന്നു. ഹാലേലിയ. അത് കഴിഞ്ഞിട്ട് അപ്പൊ യേശു പറയും ഹാലേലിയ. എന്നിട്ട് പറയുന്ന യേശുവിനോട് പറയും, എന്നിട്ട് യേശുവിനോട് അവൾ തന്നെ പെട്ടത്, അമ്മ നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം സാധിച്ചു തരുമെന്ന് ഞാൻ അറിയുന്നു. ഹാല. അത് ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചാലും തരും. ഹാലലി. അത് കഴിഞ്ഞപ്പോൾ ഇവള് പറയും, അപ്പം ആമേ യേശു കർത്താവ് പറയുന്നുണ്ട്, ഹാല നിന്റെ സഹോദരൻ മരിച്ചിട്ട് ഉറങ്ങി അത്ര, അല്ലെങ്കിൽ ആമേ അവര് എഴുന്നേൽക്കുന്നവർ, അത് ശരിയാ, പുനരുദ്ധാന നാള് എഴുന്നേൽക്കുന്നൊക്കെ എനിക്ക് അറിയാം. ഹാല നീ മശിയാന്നറിയാം. ഹാല ഇത് അറിഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഹാലലി. അവളോട് പറയുന്ന ദൈവം, അപ്പൊ യേശു ആരാണെന്ന് അവളുടെ ഉള്ളൊരു ബോധ്യമുണ്ടായിരുന്നു. അല്ലെ മാർത്ത? ആമേ അവിടെ പറയുന്ന അല്ലെ നാറ്റം വെച്ചു എന്നൊക്കെ പറയുന്നെങ്കിലും അവൾ പറയുന്ന ഓരോ വാക്കിലും അവർക്ക് യേശുവിനെ കൃത്യമായിട്ട് അറിയായിരുന്നു. നമ്മൾ മാർത്തയെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താ, പല വിചാരങ്ങളെ വിചാരപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് മറിയ മാതപീഠത്തിരുന്നു. പക്ഷെ മർത്ത ഓടി നടന്നപ്പോൾ അവളെ കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ കേട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെ? ഹാലയില്ല. അപ്പൊ നമുക്ക് ദൈവത്തെ കുറിച്ചൊരു ബോധം നമുക്കുണ്ടാണ്. നമ്മുടെ ദൈവം ആര്? നമ്മുടെ കർത്താവ് യേശു. മാർത്ത പറയുന്ന പോലെ ഈ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ യേശു ഉണ്ടിപ്പോൾ. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനർത്ഥം വരാൻ, ഒരാപത്ത് വരാൻ, ഹാലയിൽ ഒരു നിന്ദയായി നിൽക്കാൻ, പരിഹാസമായി ഇപ്പം ദൈവം അനുവദിക്കുമോ? ഹാലയിൽ അനുവദിക്കത്തില്ല. പിന്നെ നിങ്ങളുടെ ഉള്ളിലൊക്കെ എന്തിനാ ഈ ഭയം? എന്തിനാ? ഓരോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ അയ്യോ നാളെ എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കുന്നുള്ള ഈ ഭയം എന്തിനാ? നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്ന, നമ്മുടെ ദൈവത്തെ കുറിച്ച് വിളിച്ചൻ വിശ്വസ്തനാണ്, പാതി വഴി ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ഹാലേലിയ. അന്ത്യം വരെ നമ്മളെ കാക്കുമെന്ന് പറഞ്ഞ ദൈവമാണ്. ആ സർവശക്തിനെയാണ് നമ്മൾ പിൻപറ്റിയിരിക്കുന്നെങ്കിൽ നമ്മൾ എന്തിനു ഭാരപ്പെടുന്നു? അല്ല, ഓരോ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും നമ്മുടെ പ്രയസ്. ഇവിടെ നെഹമ്യാവ് ഞാൻ കണ്ട അടുത്തൊരിതാണ്. നെഹമ്യാവിന് ആര്, എന്റെ ദൈവം ആരാണെന്ന് അല്ല അവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്ന, മഹാനും ഭയങ്കരമായ ദൈവമേ, വിളിക്കുന്ന നമ്മുടെ ദൈവത്തെ വിളിക്കുന്ന മഹാനും ഭയങ്കരമായ ദൈവമേ. ഹാലൂയ. ആമേ. ഹാലെ. പണ്ടിരിക്കും എനിക്ക് ബിജാപാസ് തന്നെ പറഞ്ഞു, ദൈവദാസൻ പ്രസംഗിക്കുന്നതായിട്ട് പറഞ്ഞ്, സ്വർഗത്തെ സിംഹാസനമാക്കി ഭൂമിയെ പാദപീഠമാക്കിക്കുന്ന ആ ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ച്, ആ കാലിന്റെ വലിപ്പമെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് നമുക്ക് മനസ്സിലാകുമെന്ന്. ഹാലേ. ഇത്രയും വലിയൊരു ദൈവത്തെ, ഹാലേലിയ, ആമേ, ആകാശത്തെ ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ച ഈ ദൈവത്തെ, ഹാലേലിയ, ആമേ, നമ്മൾക്ക് ആമേ ആ ദൈവം ഒരു ആത്മാവായി നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുമ്പോൾ, ഹാലേലിയ, ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നിന്നെ ഞാൻ ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ലോകാവസാനം ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തത് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ആ ദൈവത്തെ ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഭാരപ്പെടുമോ? ഹാലേലിയ. നമ്മുടെ ജീവിതത്തെ എവിടെയെങ്കിലും ഭാരപ്പെടും? ഇല്ല. ഹാലേലിയ. അവിടെയൊന്നും നമ്മൾ ഭാരപ്പെടത്തില്ല. ഹാല 1:6 വായിക്കാം സിസ്റ്ററെ. നിന്റെ ദാസന്മാരായ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രയേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും മതി 6 മതി. അവിടെ പറയുന്നേ, നിന്റെ ദാസന്മാരെ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രയേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേൽ മക്കൾ ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യാവ്. കാരണം നെഹമ്യാവിനറിയാം ദൈവം ഹാലിലെ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് അവിടെ പെൻഡിങ് ഇട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പാപം നിൽക്കുന്നത് കൊണ്ട്. അപ്പൊ ഒരു അനുതാപം വേണം നമുക്ക്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ഏറ്റുപറച്ചിൽ വേണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വിടുതൽ നടക്കാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്താ ദൈവം ദൈവത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴോട് അവർ ദൈവത്തോട് ചോദ്യം ചോദിക്കുന്ന കാര്യം നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. നമ്മൾ ജോഷയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജോഷയുടെ പുസ്തകത്തിൽ 3 പ്രതിസന്ധികൾ അവരെത്തുന്ന കാണുന്നുണ്ട്. ജോർദാൻ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നപ്പോൾ ദൈവം പറയും, പെട്ടെന്ന് വെച്ച പുരോഹിതന്മാർ കാലിൽ ചവിട്ട് യോർദാൻ പിന്മാറ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കടന്നു പോകും. അവര് ഒരു ഇൻസ്റ്റന്റ് ഡെലിവറൻസ് അവിടെ ലഭിച്ചു. അടുത്ത ഒരു സംഭവം, എരിഹോ മതിൽ അവരുടെ മുമ്പിൽ വന്ന്. ഹാലലിയ. അപ്പൊ ദൈവം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം?
7 ദിവസം 6 ദിവസം നിങ്ങൾ ചുറ്റണം, 7-ാം ദിവസം ഹാലേലിയ 7 പ്രാവശ്യം ചുറ്റണം. എന്നിട്ട് നിങ്ങൾ അപ്പൊ അതിന് ചില ഓർഡറൊക്കെ കൊടുത്ത് ഹാലേലിയ എങ്ങനെ ഏത് ഓർഡറിൽ ഇവർ നടക്കണം, എങ്ങനെ അവർ പോകണമെന്ന്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി, അതിനൊക്കെ നമ്മൾ ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നമ്മൾ ചില കാര്യങ്ങളെ ക്രമപ്പെടുത്തി ഹാലേലിയ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഡെലിവറൻസ് നടക്കും. അടുത്തൊരു വിഷയം വന്ന അവരൊരു ഏറ്റവും ചെറിയൊരു പട്ടണത്തോളം ഒരു യുദ്ധം ചെയ്ത് തോറ്റു ഹാലേലിയ. അപ്പൊ ജോഷ തലമുടിയൊക്കെ വലിച്ച് എന്താ പറയാ വസ്ത്രമൊക്കെ കയറി ദേഹത്ത് മണ്ണൊക്കെ വാരിയിട്ട് ഹാലേലിയ കടന്ന് പ്രാർത്ഥിച്ച് കരയുമ്പോൾ ദൈവം പറയും, നീ എന്തിനാ കടന്ന് കരയുന്നേ? പാപം അതിനകത്ത് തന്നെയുണ്ട് ഹാലേലിയ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് നീ കണ്ടുപിടിക്കണം ഹാലേലിയ. അതിനെ നീ പുറത്ത് കളയണം അതിന് പരിഹരിക്കണം. അത് കഴിഞ്ഞ് നീ യുദ്ധം ചെയ്താൽ നിനക്ക് ജയിക്കാൻ പറ്റും അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഹാലേലിയ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളിരിക്കുന്ന ചിലതിനെ നമ്മളിലേക്ക് നോക്കി അതിനെ കണ്ടെത്തി അതിനെ പരിഹരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മറുപടി വരും. ഹല്ലേലൂയ. ഇത് നമ്മൾക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഇപ്പൊ അത് നെഹമ്യാവിനും അറിയാം. നെഹമ്യാവ് ഹാലേലിയ യഹൂദനാണ് ഹാലേലിയ, ന്യായപ്രമാണമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്, ഒക്കെ അറിയാം. അതുകൊണ്ട് നെഹമ്യാവ് എന്താ പറയുന്നത്? അപ്പൊ തന്നെ നെഹമ്യാവിന് മനസ്സിലായി ദൈവത്തിന്റെ ഹാലേലിയ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നമുക്കുള്ള അനുതാപമുള്ള ഒരു ഹൃദയമാണ്. അല്ലെങ്കിൽ നമ്മളിലുള്ള കുറവുകളെ നമ്മൾ ഏറ്റു പറയാം. നമുക്ക് എന്ത് കുറവ് പറ്റിയാലും ഹാലേലിയ അതിന് ഏറ്റു പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് ദൈവത്തിന് നമുക്ക് കൃപ ലഭിക്കുന്നത്. ഹാലേലിയ സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഹാലേലിയ ഒരു തകർന്നു നുറുങ്ങിയുമുള്ള ഹൃദയമുള്ള യഹോവ സമീപം. അപ്പൊ നമ്മുടെ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം, നമ്മുടെ ഹൃദയത്തിന്റെ ഒരു നുറുക്കം ഹൃദയം ഒന്ന് ദൈവസ്ഥാനിൽ ഒന്ന് താഴ്ത്തി കഴിയുമ്പോഴത്തേന് ദൈവത്തിന്റെ ഇൻസ്റ്റന്റ് മറുപടി ലഭിക്കാറുണ്ട് അവിടെയൊക്കെ ഹാലേലിയ. അവിടെ നമ്മൾ അവിടെയൊക്കെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിൽ ഇരിക്കുന്ന കുറവുകൾ നമ്മൾ കണ്ടെത്തണം. ദൈവസ്ഥാനം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ചില വിഷയങ്ങൾക്ക് മറുപടി വരുത്തില്ല അപ്പൊ അത് എന്തുകൊണ്ട് മറുപടി ചിലപ്പം നമുക്കറിയാം ദൈവഹിതത്താൽ നമ്മൾ പോകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ഹാലേലിയ. അല്ലെങ്കിൽ പിശാച് നമ്മുടെ ജീവിതത്തെ കയറിയേക്കുന്ന ചില പ്രശ്നം, എന്ത് പ്രശ്നമാണെങ്കിലും ദൈവം അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല ഹാലേലിയ. പിശാച് കാരണമെങ്കിലും അതിൽ പൊളിഞ്ഞു കൊടുത്താലേ പറ്റത്തുള്ളൂ. പക്ഷെ അതിന് കാരണങ്ങളുണ്ടെങ്കിൽ ഉണ്ടാവും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയാതെ ഹാലേലിയ നമ്മളുടെ പ്രാർത്ഥന മുൻപോട്ട് കൊണ്ടുപോയി കാര്യമില്ല. അപ്പൊ നമ്മൾ തിരിച്ചറിയണം അവിടെ ഇവിടെ നെഹമ്യാവ് തിരിച്ചറിഞ്ഞ നെഹമ്യാവ് അവർക്ക് വേണ്ടിയൊക്കെ നെഹമ്യാവ് ഇടിവിൽ നിൽക്കുക. നമുക്ക് കയീനെ ഹാബേലിനെ അറിയാം അല്ലെ? കയ്യൻ ഹാബേലും കൂടെ യാഗം കഴിക്കാൻ പോയി. കയ്യനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിൽ അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. പണ്ട് ഞങ്ങളുടെ യുവയിലുള്ളപ്പോൾ ഒരു ദേവദാസം പ്രസംഗിച്ച ദിവസം കയ്യൻ ഹാലേലിയ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുകൊടുത്ത് കയ്യൻ പറഞ്ഞു, എന്റെ അമ്മ അവിടെ നിന്നൊരു ആപ്പിൾ പറിച്ചപ്പോഴല്ലയോ, അതിനുകൊണ്ടല്ലേ പുറത്താക്കിയത്, എന്നാ പിടിച്ചൊരു കൊട്ട നിറച്ച് തന്നേക്കാന്ന് പറഞ്ഞ് കൊണ്ടുകൊടുത്തു. അതുകൊണ്ട് ദൈവം പ്രസാദിക്കാതിരുന്നെന്ന് മറ്റു പലരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. എന്താ യാഗത്തിന്റെ നിയമങ്ങളൊന്നും പാലിച്ചില്ല എന്ന് പക്ഷെ അന്ന് നമുക്കറിയാവുന്ന കണക്ക് യാഗം അതിനെക്കുറിച്ചൊന്നും പ്രമാണങ്ങളൊന്നും കൊടുത്തിരുന്നില്ല ഹാലേലിയ അതുകൊണ്ട് അതും പറയാൻ പറ്റത്തില്ല പക്ഷെ പുതിയ നിയമത്തെ നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിൽ അത് എടുക്കണ്ട സാറേ, ഉത്തമമായ യാഗ ഹാബേൽ എന്താ കയ്യിൽ ഉത്തമമായ യാഗം കഴിച്ച് 1 ജോൺ 3:12 ഒന്ന് വായിച്ചു ഹാലേലിയ. അവിടെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ദൈവം പ്രസാദിക്കാതിരുന്നതെന്നുള്ളത്. കാരണം അവിടെ പ്രത്യേകം പറഞ്ഞ ഹാബേലിലും അവന്റെ യാഗത്തോടെ ഹാബേലിൽ ഒരു പ്രസാദം. അപ്പൊ നമ്മളിൽ ഒരു പ്രസാദം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന യാഗത്തിലും ദൈവം പ്രസാദിക്കത്തുള്ളൂ. 1 ജോൺ 3:12. കയീൻ ദുഷ്ടനുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുള്ളതും ആകൊണ്ടത്രേ. കയ്യൻ ദുഷ്ടനെന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ. അപ്പൊ ദുഷ്ടൻ എന്നുള്ളത് കയ്യന് ഹാബേൽ ഒരാളുടെ മക്കള് തന്നെയല്ലേ, ആദാമിന്റെ മക്കള് തന്നെയല്ലേ. അപ്പൊ എന്റെ ദുഷ്ടൻ എന്നുള്ളവനായിരുന്നു. അപ്പൊ കയ്യിൽ ദുഷ്ടന്റെ പിശാച് ആണ് അവനെക്കുള്ളിൽ പ്രവർത്തിച്ച് എന്നിട്ട് പറഞ്ഞത് അവനെ കൊല്ലുവാൻ സംഗതി എന്തായിരുന്നു? ഹാബേലിനെ കൊല്ലുവാൻ സംഗതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പറയും തന്റെ പ്രവൃത്തി ദോഷവും, ആരുടെ കയ്യിന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റെ നീതി ഉള്ളതുമായതുകൊണ്ട്. അപ്പൊ അവിടെ കൊല്ലാൻ കാരണം എന്താന്ന് വെച്ചാ തന്റെ പ്രവൃത്തി ദോഷമാണെന്ന് അവനറിയാം, കയ്യിനറിയാന്ന് കയ്യിന്റെ പ്രവൃത്തി ദോഷമാണെന്ന്. അപ്പൊ കയ്യിൽ നിന്നൊക്കെ ദൈവം ഒരുത്തം പോയി നീതിമാനായിട്ട് നീതി ചെയ്യുന്ന ഹാലലിയ. അപ്പൊ അതുകൊണ്ട് അവനെ കൊന്നു ഹാലലൂയ. ഇന്ന് പലരുടെയും പ്രശ്നം ഇതാ എന്താ ഈ മത്സരം ഇതൊക്കെ വരുന്നതിന്റെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷം കയ്പും വെറുപ്പൊക്കെ വെച്ചോണ്ടിരിക്കുന്ന കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രവൃത്തി മോശമാ, പക്ഷെ അവൻ കണ്ടില്ലേ ഭയങ്കര ഇതിലാ കിടക്കുന്നത്, എന്തൊക്കെ പറഞ്ഞിട്ട് തെറ്റിക്കാൻ പറ്റുന്നു, എന്തൊക്കെ പറഞ്ഞിട്ടും കാണിച്ചിട്ടും അവന് തെറ്റായ വഴി നടത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ ഹാലേലി അവൻ കപടത കാണിക്കുന്നില്ല, കള്ളത്തരം കാണിക്കുന്നില്ല, ട്രിക്കൊന്നും പ്രയോഗിക്കുന്നില്ല, കിട്ടുന്ന മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഒരുത്തൻ. ഇത് നമുക്കൊക്കെ ഒരു അപമാനമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പലരുടെയും പ്രശ്നം അതാണ്. എന്താ വെച്ചാ അവരുടെ ഭാഗത്ത് കുറ്റം ഉണ്ടായിട്ടല്ല,
ഹാലേ എന്താ നമ്മുടെ ഭാഗത്ത് കുറ്റം, അവൻ നേരെ നടക്കുന്നവർ നോക്കുമ്പോൾ. ഹാലേ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹാലെ അവിടെ കയ്യിന്റെ സ്പിരിറ്റ് എന്തായിരുന്നു? ദുഷ്ടന്റെ ആയിരുന്നു. ഹാലെ ദുഷ്ടൻ നിന്നുള്ളവനായിരുന്നു. പക്ഷെ അവന്റെ പ്രവൃത്തി നീതിയുള്ളതല്ല. അവൻ നോക്കിയപ്പോ ഞാൻ നീതികേടാ ചെയ്യുന്ന, എന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന എന്റെ സഹോദരൻ നീതി. അവനും കൂടെ വഷളായി കൂടെ നടന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് പലരുടെയും വിഷയം എന്താ? നമ്മുടെയൊക്കെ കുടുംബത്തെ എടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വിശ്വാസം എന്ന് പലരും ഉണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും. നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളെ കണ്ണിന് കാണരുത്. കാരണം എന്താന്ന് വെച്ചാൽ അവരെ പോലെ നമ്മൾ നടക്കുന്നില്ല. ഇവള് മാത്രം എന്തിനാ ഇങ്ങനെ പോകുന്നത്, ഇവള് മാത്രം പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പൊ മാക്സിമം എങ്ങനെയൊക്കെ ഉപദ്രവിക്കാവോ അങ്ങനെയൊക്കെ ഒരു ഉപദ്രവിക്കാതെ. ഹാലേലിയ, നിങ്ങൾ ആരും അതിനോട് പാരപ്പെടേണ്ട. കാരണം നമ്മൾ കണ്ട് ആദ്യത്തെ സന്തതികൾ ചെയ്ത് എന്താണ് ഹാലെ. അപ്പൊ അവരുടെ കൂടെ കൂടാത്ത ഒരാളായതുകൊണ്ട് ഹാലേലി അവിടെയാണ് ഇവിടെ എന്താ പറയാ ദുഷ്ടന്റെ ആത്മാവ് കയറി അല്ലെ ദുഷ്ടൻ കയറി പ്രവർത്തിക്കുന്ന പോലെ. ഹാലേലിയ. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ചോദിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാ കയ്യൻ ഹാബേലിനെ കൊന്നതെന്ന്. ഹാബേലിനെ കൊന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹാബേല് നീതിയായിട്ട് കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ്. അപ്പൊ നീതി ചെയ്യുന്നവർക്ക് കൊല്ലേണ്ട കാര്യമുണ്ടോ? ദുഷ്ടന്മാരെ അല്ലേ കൊല്ലണ്ടെന്നൊക്കെ നമ്മൾ ചോദിക്കും വേണമെങ്കിൽ. പക്ഷേ അവിടെ അവിടെ ഓരോ അതുപോലെ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ ഒരു ചുങ്കക്കാരന്റെയും ഒരു പരീക്ഷന്റെയും പ്രാർത്ഥന നമുക്കറിയാം അല്ലെ. പരീക്ഷൻ ഇങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ നിരത്തി ഞാൻ അത് പതാരം കൊടുത്ത് ഇത് ചെയ്യുന്നു, ഉപസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ന്യായപ്രമാണം അനുസരിക്കുന്നൊക്കെ ഒരു ലിസ്റ്റ് വെച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ചുങ്കക്കാരൻ വന്നിട്ടെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചതിന് കർത്താവെ അങ്ങോട്ട് നോക്കാൻ പോലും, മന്ദിരത്തിലേക്ക് നോക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന്. അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആമീൻ. ആ ചുങ്കക്കാരനെ ദൈവം നീതീകരിച്ച്. കാരണം എന്താന്ന് വെച്ചാൽ സ്വയം നീതീകരണം ദൈവത്തിന് ഇഷ്ടമല്ല. പലർക്കും ഇന്നുള്ള പ്രശ്നമാണ്, ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ നടക്കുന്നു, ഞാൻ ഇങ്ങനെ നടക്കുന്നില്ല, ഞാൻ അത് ചെയ്യുന്നില്ല, ഞാൻ ഇത് ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഒരു താഴ്മ, ഒരു എളിമ, ഓരോ ദിവസം കർത്താവേ ഹാലേലിയ എന്നിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തണമേ. എനിക്ക് ദൈവം നിന്റെ ഇഷ്ടം ചെയ്ത് മുൻപോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. എന്നിലൊരു നമ്മുടെ ഉള്ളിലൊരു നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആണെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ നന്നാക്കാൻ പറ്റത്തില്ല. ചില ആൾക്കാരുണ്ട് ഈ ആത്മപകർച്ച, നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകമൊക്കെ ഇറങ്ങുമ്പോൾ ചില ആൾക്കാരുടെ മനോഭാവം ഞാനെല്ലാം നിറഞ്ഞിരിക്കുകയാണ്, എനിക്കിനിയിപ്പം കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ ആവശ്യമൊന്നുമില്ല എന്ന ചിന്തയിൽ. പക്ഷേ നീ എത്ര നിറഞ്ഞാലും വൈശ്യകർത്തവ ആത്മാവിൽ ദാരിദ്ര്യരായവർ ഭാഗ്യവാന്മാർന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആത്മാവിന്റെ ഒരു ദാരിദ്ര്യം എപ്പോഴും നമ്മൾ ഫീൽ ചെയ്യണം. എനിക്ക് ഇത് പോരാ എന്ന് പറയും. അപ്പൊ ഞാനൊക്കെ ഇപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ആത്മാഭിഷേകം ഇറങ്ങുകയാണെങ്കിൽ ഞാനൊക്കെ അതിന്റെ മാക്സിമം എന്താ പറയാ വലിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ വലിച്ചെടുക്കാൻ ചിന്തിക്കുന്ന കൂട്ടം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ അനുഭവിച്ച് ആസ്വദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം നിറഞ്ഞവരാണ്, തികഞ്ഞവരാന്ന് പറഞ്ഞ് നിൽക്കരുത്. എവിടെയെങ്കിലും കിട്ടുന്ന അവസരമൊക്കെ മുതലാക്കിക്കോളാം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ എന്താ പറയാ നമ്മൾ കണ്ട അടുത്തത് അവരുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു. അനുതപിച്ച്. ആമീൻ. അവർക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടി, ഇസ്രായേൽ ജനത്തിന് വേണ്ടി തെറ്റുകൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യാവ്. അപ്പൊ നമ്മൾ നമ്മുടെ ദൈവസന്നിധി പല വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് മറുപടി ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദൈവസന്നിധിയിൽ തെറ്റുകൾ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കണം. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കും സിസ്റ്ററെ. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കേണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അല്ല 11 വായിച്ചു. 11. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. രാജാവിന് പാനപാത്രം. ആമേൻ. ഹല്ലേലൂയ. അവിടെ നമ്മൾ 9 തുടങ്ങി താഴോട്ട് വായിക്കുന്ന സമയത്ത് ഇവിടെ എന്താ പറയാ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നെഹമ്യാവ് രാജാവിന്റെ അടുക്കലേക്ക് പോകാനായിട്ട്. അപ്പൊ പറഞ്ഞ നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടാൻ താല്പര്യം നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കും. ഇന്ന് അടിയന്റെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന് മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. അപ്പം ഇവിടെ നെഹമ്യാവ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പറയുന്ന ഈ അടിയന് കാര്യം സാധിപ്പിച്ച്
ഈ മനുഷ്യന്റെ മുമ്പാകെ ദേ ലഭിക്കുമാറാക്കണം എന്ന് വെച്ചാൽ അവിടെ ആ രാജാവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഹാലേലിയ അവിടെ എന്താ പറയാ അത് ലഭിക്കുമെന്ന് നെഹമ്യാവ് ഉറച്ചു വെച്ചത്. കാരണം നെഹമ്യാവിന്റെ വിശ്വാസം വരാൻ കാരണം എന്താ വെച്ചാൽ നെഹമ്യാവ് അവിടെ അനുതപിച്ച് ഹാലേലിയ പ്രാർത്ഥിച്ചപ്പോൾ നെഹമ്യാവിൽ ഒരു ധൈര്യമുണ്ടായി. നമ്മൾ നെഹമ്യാവ് എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത് ആദ്യമേ ആദ്യത്തെ വിഷയം പറഞ്ഞു. രണ്ടാമത് അനുതാപത്തോട് പറഞ്ഞ് മൂന്നാമതാണെങ്കിൽ അനുദപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് ഹാലേലിയ നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റു ദൈവസന നിരപ്പ് പ്രാപിച്ച് നമുക്ക് ഭയങ്കര ധൈര്യമാണ്. അതുവരെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അത്ര കോൺഫിഡൻസ് വരത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ എന്തൊക്കെയോ കുറവുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ പോരാ, അല്ലെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്. ഹാലേലിയ ചില ആൾക്കാർ പറയത്തില്ലേ, നമ്മൾ തന്നെ ചിലപ്പോൾ പലപ്പോഴും ചോദിക്കണം, കർത്താവെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി വരുന്നില്ല, എനിക്ക് എന്നിൽ എന്തെങ്കിലും കുറവുണ്ടോ ഹാലേലിയ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. പല ആൾക്കാരും ചിലപ്പോൾ പലതും പറയുക, പക്ഷെ അത് വിടുകളയാ. നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന ദൈവമേ കുറവുകളുണ്ട്, എന്നിട്ട് ദൈവസനെ നമ്മളൊരു ദിവസം ഇരുന്നിട്ട് നമ്മളൊരു ഉപവസിച്ച് കരഞ്ഞു ഒക്കെ ദൈവസനെ കർത്താവ് എനിക്ക് കുറവുകളുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഓർത്തെടുത്ത് നമ്മൾ ദൈവസനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം എന്താ, നമുക്കറിയാം ദൈവസന്നിധി നമ്മൾ നിരപ്പ് പ്രാപിച്ചു, അല്ലെ നമ്മുടെ പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് നമ്മൾ ഇനി പാപം കാരണം അല്ലെ നമ്മുടെ കുറവ് കാരണം നമ്മുടെ മറുപടി വരാതിരിക്കത്തില്ല. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ ആ ലെവല് മാറും. അല്ലെ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചില്ലെങ്കിലും നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ദൈവസന്നിധി എഴുന്നേൽക്കും. കാരണം എന്താ വെച്ചാൽ ഭയങ്കര കോൺഫിഡൻസ് വരും നമുക്ക്. എന്താ, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് മറുപടി. ആ പ്രാർത്ഥനയെ തടസ്സം നിൽക്കാനായിട്ട്, പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താനായിട്ട് ഒന്നിനും കഴിയില്ല. അപ്പൊ അനുതാപം വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാകുന്ന കാര്യം ധൈര്യം. നമ്മളെപ്പോഴും മുടിയനായ പുത്രന്റെ കാര്യം എപ്പോഴും എടുത്ത് പറയും. എന്താ, മുടിയനായ പുത്രൻ സുബോധം വന്ന് അവിടെ എഴുതിയേക്കുന്നത്. സുബോധം വന്നാലും അവന്റെ തെറ്റുകൾ തിരിച്ചറിയുക ചെയ്യുന്നത്. അവൻ പറയുന്ന അവനപ്പം പറഞ്ഞാൽ പോകരുത് എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി ഉണ്ടായിരുന്ന മുതലൊക്കെ നശിപ്പിച്ചു. അവൻ പോയത് നല്ല പ്രവൃത്തിക്കൊന്നും അല്ല പോയത്, മോശമായ പ്രവൃത്തികൾക്കെല്ലാം പോയി. പക്ഷെ അവൻ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലും. എന്നിട്ട് അപ്പനോട് ഞാൻ പറയും. എന്താ പറയുന്നത്? അപ്പന്റെ മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ല. ഒരു വേലക്കാരനായിട്ടാണെങ്കിൽ ഞാനിവിടെ ഒരു ദാസനായിട്ട് നിന്നോട്ടെന്ന്. അപ്പൊ ഇത് അവന്റെ ഉള്ളിൽ എങ്ങനെ ഈ ധൈര്യം വന്നത്? ധൈര്യം വരാൻ കാരണം അവന്റെ കുറവുകൾ തിരിച്ചറിഞ്ഞു. അപ്പൊ അവന്റെ തീരുമാനത്തിലേക്ക് എത്തി, എന്റെ അപ്പന്റെ അടുക്ക് പോകും, ഞാൻ കാല വീണിട്ടാണെങ്കിലും ഹാലേഷിമ. അപ്പൊ അവൻ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി പോകണമെന്ന് വിചാരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും അവന് വേറെ ജോലി അന്വേഷിക്കുക, അല്ലെങ്കിൽ ഇച്ചിരി നല്ല ബെറ്റർ പ്ലേസിൽ പോയി അന്വേഷിക്കുക ചെയ്താൽ പോരായിരുന്നു. അപ്പൊ പക്ഷെ അപ്പന്റെ അടുക്ക് പറഞ്ഞ അവൻ അപ്പനെ തിരിച്ചറിയായിരുന്നു. ഹാലേലിയ. ഇപ്പൊ നമ്മുടെ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാമെങ്കിൽ നമ്മളൊരു കുറവ് വരുമ്പോൾ അവിടുന്ന് ഓടി മാറി സന്നിധിയിൽ നിന്ന് പോകത്തില്ല. നമ്മൾ ആ കുറവുകൾ ഏറ്റി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലും. നമുക്ക് ദൈവം നൽകിയ എത്രയോ താലന്തുകൾ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും, എത്രയോ താലന്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ടാവും. നമ്മൾ ദൈവത്തോട് പല ഉടമ്പടി ചെയ്തിട്ട് ആ ഉടമ്പടി വിട്ടുമാറി നമ്മൾ പലപ്പോഴും പുറകിലോട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം ആയിരിക്കുമ്പോഴും നമ്മുടെ ദൈവം ആരാണ് നമ്മളൊന്ന് തിരിച്ചറിയണം. ഞാൻ ആദ്യം പറഞ്ഞ നെഹമ്യാവിന് അവൻ ദൈവത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തെക്കുറിച്ച് ആരാണെന്നൊരു ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെ ദൈവം ആരാണ് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ നമുക്കൊരു തിരിച്ചറിവ് നമ്മൾ എന്ത് ചെയ്യുന്നറിയാവും. നഷ്ടപ്പെട്ട അപ്പ എൻ്റെ നഷ്ടപ്പെട്ട് പോയി തന്നത്, ഞാൻ എൻ്റെ നിന്ന് കളഞ്ഞു കുളിച്ചു, പല രീതിയിൽ അത് പോയി. പക്ഷെ എനിക്ക് ഒരു ചാൻസ് കൂടെ തരണം. ഹാലേലിയ. എനിക്കൊരു ചാൻസ്. നമ്മുടെ നമുക്കറിയാം ശിംശോൻ. ശിംശോന് ദൈവം കൊടുത്ത ദൈവം പറഞ്ഞ അനുസരിക്കാതെ ശിംശോൻ പോയിട്ട് ശിംശോന്റെ ആ ശക്തിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ശിംശോൻ നഷ്ടപ്പെടുത്തിയിട്ട് ശിംശോൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് ഒരു ചാൻസും കൂടെ, ആ ശക്തി ഒരിക്കൽ കൂടെ എനിക്കൊന്ന് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം കൊടുത്തില്ലേ? അവിടെ എഴുതിയൊക്കെ ശിംശോൻ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നതിനെക്കാട്ട് അധികം ആൾക്കാരും കൊന്നുണ്ടാക്കി ശിംശോൻ മരിച്ച. കാരണം ദൈവം കൊടുത്ത ശക്തി ചെറുതൊന്നും അല്ല അന്നേരം കൊടുത്തപ്പോ. ഹാലേലിയ. അപ്പൊ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് എനിക്കറിയാം ഇത് വചനം ഞാൻ ഈ സംസാരിക്കും പറയാം. ദൈവം തന്ന താലന്തുകൾ നഷ്ടപ്പെടുത്തിയവരിനകത്തുണ്ട്. ദൈവം തന്ന ആമെ ദൈവത്തോട് ചെയ്ത് ഉടമ്പടി മറന്നു പോയവരിനകത്തുണ്ട്. ഹാലേലിയ. അത് വിട്ടുമാറിപ്പോയവരിനകത്തുണ്ട്. ഹാലേലിയ. അവരോട് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയും, ഇന്ന് നിങ്ങളൊന്ന് മടങ്ങി വരുമെങ്കിൽ ദൈവമേ ഞാൻ ഒരിക്കൽ കൂടി എന്നെ അങ്ങോട്ട് ഏൽപ്പിക്കാന്നിട്ട് നമ്മുടെ പത്രോസിനെ തന്നെ എടുത്തു നോക്കിക്കേ. യേശു കർത്താവിന് മുമ്പിൽ എന്നിട്ട് ആദ്യമായിട്ട് നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞ പത്രോസ്, പ്രിയനെ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാ, ജീവന്റെ മൊഴികളൊക്കെ നിന്നിലല്ലേ ഉള്ളതെന്നൊക്കെ ചോദിച്ച പത്രോസ്. ലൂയ. ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. ലൂയ. കർത്താവ് ആ പറഞ്ഞ പോലെ കോഴിയൊന്നും മൂന്നല്ല. അത് കഴിഞ്ഞപ്പം കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അനുദപിച്ച് പോയി കറിയൊക്കെ ചെയ്യുന്നു. പക്ഷേ എങ്കിലും പിന്മാറ്റത്തിൽ പോയപ്പം ഒറ്റയ്ക്കല്ല പോയത്, കൂടെ ഉള്ളവരെ വിളിച്ചോണ്ട് പോയത്. മനസ്സിലായല്ലേ? സാറാമ്മ സിസ്റ്റർ പറയണ ഞാൻ പിന്മാറ്റ സെന്നപ്പന്റെ പോരാ, ജോളിയാന്റിയും പോരാ, ജോണി മാമയും പോരാ, അവരും പോരാ, ലിസിയും പോരാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്ന കണക്ക് എല്ലാവരും കൂടെ വിളിച്ചോണ്ട് പോകുന്ന ഒരു
ഇതാ ചെയ്തേക്കുന്നത്. ഹാലേ. എന്നിട്ട് പടകും വലയൊക്കെ എടുത്ത് വിട്ടു പോകുന്ന പണ്ട് കർത്താവ് പറഞ്ഞതാ, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരൊക്കെ എൻ്റെ കൂടെ പോരെ, ഇനി മത്സ്യത്തെ ഒന്നും പിടിക്കണം, മനുഷ്യരെ പിടിക്കുന്നവരൊക്കെ അന്ന് കൂടെ പോകുന്ന എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന. പക്ഷെ ഇതെല്ലാം തിരിച്ചെടുത്തുകൊണ്ട് വീണ്ടും പോയി. ഹാലേലിയ. അവിടെ കർത്താവ് തേടി ചെല്ലുന്ന ഒരു കാര്യമുണ്ട്. ഹാലെ, അവിടെ ചെന്നിട്ട് കർത്താവ് വീണ്ടും ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നോ, നീ എന്നെ സ്നേഹിക്കുന്നു. നമുക്കറിയാം, മൂന്നാമത്തെ പ്രാവശ്യം കർത്താവ് നീ സകലതും അറിയുന്നു, 2 പ്രാവശ്യം പറഞ്ഞ് പ്രിയമുണ്ട് എന്നൊക്കെ. പക്ഷേല് ആ സമയത്ത് ഹാലിയ പത്രോസിന്റെ അനുതാപം, ഹാലേലിയ പത്രോസിന്റെ ഹാലിയ ആ ഏറ്റുപറച്ചിൽ എന്താന്ന് വെച്ചാൽ, ദൈവ കർത്താവപ്പം ചിലതിനെയൊക്കെ ഹാലിയ വീണ്ടും ഹാലേലിയ ആ കൊടുത്ത അധികാരത്തെ ഹാലിയ ചിലതിനെയൊക്കെ വീണ്ടും റീകമ്മീഷൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊക്കെ ഇന്ന് ഹാലേലിയ പലപ്പോഴും ഇതുപോലെ നമ്മൾ ചില പല പ്രാവശ്യം നമ്മൾ പിന്മാറ്റം തന്നെ നമ്മൾ പത്രോസിന് എല്ലാവരും കുറ്റം പറയും. പത്രോസ് തള്ളിപ്പറഞ്ഞ് പിന്മാറ്റത്തിൽ പോയി ഹാലേലിയ അങ്ങനെ ചെയ്ത്. ഈ നമ്മളെയൊക്കെ ഓരോരുത്തരെ എടുത്ത് നമ്മൾ എത്ര പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? എത്ര പ്രാവശ്യം നമ്മൾ മനസ്സുകൊണ്ട് പിന്മാറിപ്പോയിട്ടുണ്ടാവും. അല്ല, ചിലപ്പോൾ സഭയിൽ പോകാതെ ഇരുന്നിട്ട് കാണത്തില്ല, പക്ഷെ മനസ്സുകൊണ്ട് എത്ര പ്രാവശ്യം പിന്മാറിപ്പോട്ടെ, എത്ര പ്രാവശ്യം നമ്മൾ പിറുപിറുത്തിട്ടുണ്ടാവും. ഹാല, ഇതൊക്കെ നമ്മൾ അതിനെക്കാട്ടി അധികം ചെയ്തിട്ടുള്ളവരാ ഹാല. എന്നിട്ട് നമ്മൾ പത്രോസിനെ കുറ്റം പറയാനും അതുപോലെ നമ്മൾ ഹാലേലിയ നമ്മുടെ ഇസ്രായേൽ ജനത്തിന്റെ ഹാല പിറുപിറുപ്പിനെ കുറിച്ചൊക്കെ പറയാൻ എന്തൊരു ഇഷ്ടമാണ് ഹാല. അതിനെക്കാട്ടിയൊക്കെ എത്ര പിറുപിറുക്കുന്നില്ല നമ്മളെ ഹാല. പക്ഷെ പത്രോസ് ഇവിടെ മടങ്ങി വന്നപ്പോഴത്തേന് ഹാല ദൈവം ഹാലേലിയ പത്രോസിന്റെ കയ്യിലേക്ക് ആദ്യം കൊടുത്തൊരു കാര്യമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പത്രോസിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചൊരു കാര്യമായിരുന്നു സഭയുടെ താക്കോലല്ലേ. ഹാലേലിയ. സഭയുടെ ആ താക്കോൽ തിരിച്ചു വാങ്ങിക്കാൻ ദൈവം തയ്യാറായില്ല. കാരണം വെച്ചാൽ കർത്താവിന് അറിയായിരുന്നു ഹാലേലിയ പത്രോസിന്റെ കൈ കൊടുത്തത് തിരിച്ച് തിരിച്ച് എടുക്കാതെ അതിനെ തന്നെ ഹാലേലിയ പത്രോസിന്റെ കയ്യിലേക്ക് അടുത്ത് നമ്മളിവിടെ കാണുന്ന ദൈവത്തിന്റെ മുമ്പിലേക്ക് അടുത്ത് നെഹമ്യാവ് അവിടേക്ക് തന്നെ ചെന്ന് ഈ പ്രാർത്ഥിക്കുമ്പോൾ നെഹമ്യാവിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. 5-ാമത്തെ നെഹമ്യാവിന്റെ ഒരു പ്രാർത്ഥനയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. നെഹമ്യാവ് ഹാലേലിയ അവിടെ പ്രാർത്ഥിച്ചത് സമർപ്പണത്തോടെ ദൈവസ്ഥാന ഡെഡിക്കേഷനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ നെഹമ്യാവ് ആരോടാ പ്രാർത്ഥിച്ചേ? സ്വർഗത്തിലെ ദൈവം രാജാതി രാജാവിനോടാ പ്രാർത്ഥിച്ചല്ലേ, അല്ലെങ്കിൽ നമ്മുടെ മഹാരാജാവിനോടാ പ്രാർത്ഥിച്ച്. ആ മഹാരാജാവിനോട് പ്രാർത്ഥിച്ച വ്യക്തി ആരുടെ മുമ്പിലേക്ക് ഇനി പെർമിഷന് വേണ്ടി പോകേണ്ടുന്നത്? രാജാവിന്റെ മുമ്പിലേക്ക് പോകേണ്ടത്. അപ്പോൾ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ ഇടയിൽ നിർത്തോട് കണക്കിയിരിക്കുന്നു, അവനത് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കും ദൈവത്തിന്റെ വചനം. അപ്പം ഞാൻ പറയും, നെഹമ്യാവ് അവിടെ ചെന്ന് ചോദിച്ചാൽ രാജാവ് പെർമിഷൻ കൊടുക്കാതിരിക്കുവോ? ഇല്ല. കാരണം എന്താണെന്നറിയാ, നെഹമ്യാവ് പ്രാർത്ഥിച്ചത്, നെഹമ്യാവ് ചോദിച്ചത് ഈ ഭൂമിയിലെ രാജാവിനോടല്ലെന്നേ. ഞാൻ പറയുന്നത് മനസ്സിലായി നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് ഒരു കാര്യം സാധിച്ചു കിട്ടണം. ഹല്ലേലൂയ. അവിടുന്ന് ഒരു കാര്യം സാധിച്ചത് നിങ്ങൾ അതിനെക്കാട്ടി ഇച്ചിരൂടെ അല്ലെങ്കിൽ അവരെ പരിചയമുള്ള ആരെങ്കിലും റെക്കമെൻഡേഷന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പോകും. ഹലേ, ഇതിനൊന്നും പോകാതെ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഫേവർ ലഭിക്കേണ്ടത് ഹലേ ഒരു ഓഫീസർ എടുത്തുനിന്നാണെങ്കിൽ നിങ്ങളൊരു കാര്യം, നിങ്ങൾ ദൈവസേന പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഹലേ, ആ ദൈവസേന നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ അവിടെ ചെല്ലുകയാണെങ്കിൽ ഹലേ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ഒരു പരിചയം വേണ്ട, അവർ ചെല്ലുമ്പോഴേ കാര്യം സാധിച്ചു. കാരണം നമ്മൾ അപേക്ഷ കൊടുത്തത് ഈ ഭൂമിയിൽ ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്തിലേക്കല്ല, നമ്മൾ അപേക്ഷിക്കുന്നത് അങ്ങ് സ്വർഗാതി സ്വർഗത്ത് രാജാതി രാജൻ കർത്താതി കർത്തമൊക്കെ ദൈവത്തോടാണ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ UAE-ലായിരുന്നപ്പോൾ എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ വിസ റിന്യൂ ചെയ്യാൻ പറ്റാതെ വന്ന് ഹാലേലിയ. ആ സമയത്ത് അതിന് നമുക്ക് വിസ റിന്യൂ ചെയ്തില്ല സമയത്ത് റിന്യൂ ഫൈൻ വരും. അതൊന്നും എൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടല്ല, മറ്റൊരാൾക്ക് വേണ്ടി സഹായിക്കാൻ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ പെട്ടതുകൊണ്ട്. പക്ഷേ അന്ന് ഏകദേശം 50,000 ദിർഹംസ് ഫൈൻ ഉണ്ടായിരുന്നതിന് വിസയ്ക്ക്. ഹാലേലിയ. നമ്മൾ പലരും ഇങ്ങനെ അല്ലാതുള്ള ഒരു വഴിയിലക്കടെ പോയൊക്കെ അത് സാധിക്കുന്നത് പല ആൾക്കാരെയൊക്കെ വെച്ചൊക്കെ ചെയ്യുന്നു. അപ്പോൾ ദൈവം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സറമസ്റ്റൊക്കെ അറിയാം, ദൈവം എന്നോട് പറഞ്ഞു, നീ അതിനൊന്നും പോകണ്ട, നേരിട്ട് പോയിട്ട് ആപ്ലിക്കേഷൻ ഇടാൻ പറഞ്ഞു. ഹാലേലിയ. ഞാൻ നേരിട്ട് പോയി ആപ്ലിക്കേഷൻ ഇട്ട് ഞാൻ 2 പ്രാവശ്യം, പലരും ആൾക്കാർ 4-5 പ്രാവശ്യം പോകണ്ട, ഞാൻ 2 പ്രാവശ്യം മാത്രം അതിന് പിറകെ പോയപ്പോൾ എന്നെ ആ ഫൈൻ 50,000 48,000 സംതിങ് 50,000 ദിർഹംസ് അടുപ്പിച്ച്, ദിർഹംസ് ആണ് രൂപ അല്ല കേട്ടോ, അടുപ്പിച്ച് ഫൈൻ ഉള്ളത് അവർ 0 ആക്കി തന്നു. കാരണം എന്താ വെച്ചാൽ അത് 0 ആക്കിയത് ഹാലേലിയ അവിടെ ഇരുന്ന ഓഫീസർ അല്ല, എന്റെ സ്വർഗത്തിലെ ദൈവം അത് 0. ദൈവം എന്നോട് പറഞ്ഞു, നീ ആരോടും പോണ്ട, നീ തന്നെ പോകണമെന്ന് പറഞ്ഞു. ഹലേ, ഞാൻ തന്നെ അതിനുവേണ്ടി ദൈവം പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഞാൻ തന്നെ അതിനുവേണ്ടി പോയപ്പോൾ അന്ന് നമുക്കറിയാം അവിടെ വിസ എക്സ്പയർ ആയി നിൽക്കുമ്പോൾ നമ്മുടെ ഹാലില്ല ഇതിന്റെ ഒരു പേപ്പർ സൈൻ ചെയ്ത CID ഓഫീസിലാണ്, CID ഡിപ്പാർട്ട്മെന്റ് ഓഫീസിനകത്ത് തന്നെ അവിടുത്തെ ഇമിഗ്രേഷനകത്ത് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ CID ഓഫീസ് കയറി ചെന്നാണ് നമ്മൾ CID ഓഫീസ് കയറി ചെല്ലാം വിസ ഇല്ലാത്തവർക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണം നമ്മളെ പിടിച്ചകത്തിടാം. ഹല്ലേലൂയ. പക്ഷേ ഞാൻ അവിടെയും ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഓഫീസർ എന്റെ കൂടെ വന്നിട്ട് ഹല്ലേലൂയ എനിക്ക് ആ കാര്യം 2 ദിവസം കൊണ്ട് നടക്കേണ്ട കാര്യം 1 ദിവസം കൊണ്ട് ചെയ്തു തന്നു.
ഹാലലൂയ. അങ്ങനെ ചെയ്തു തന്നിട്ട് എനിക്കത് 0 ആയിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചത്, അല്ല ഞാൻ ചോദിച്ചത്, ഞാൻ അപേക്ഷിച്ചത് UAE ഒരു ഗവൺമെന്റിനോടല്ല, അവിടെ ഇരിക്കുന്ന ഒരു ഷെയ്ഖിനോടല്ല, അല്ല അവിടെ ഇരിക്കുന്ന ഒരു ഓഫീസറോടല്ല. ഞാൻ എന്റെ അപേക്ഷ വെച്ചത് എന്റെ സ്വർഗാദി സ്വർഗത്ത് രാജാതിരാജൻ കർത്താതി കർത്താവിക്ക് എന്റെ സർവശക്തനായ ദൈവത്തോടാ. ആ ദൈവം പറഞ്ഞ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയും ഇവിടെ ഇല്ല. ഹാലേ, നിങ്ങളുടെയൊക്കെ പല ഇവിടെ ഇതിനകത്തിരിക്കുന്ന ആൾക്കാർ ബാങ്ക് ലോണൊക്കെ ആയിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. ഹാലേലിയ. ആമേ, അവൾ ഇന്ന് എന്റെ ഫ്രണ്ടിനകത്തുണ്ട്. അവൾ എന്നെ വിളിച്ച് പറഞ്ഞു 31 മാർച്ചിനും പൈസ അടച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറയും. ഞാൻ പറയും, എന്റെ സ്വർഗത്തിൽ ദൈവം പറയാം നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ആർക്കും പറ്റത്തില്ലെന്നേ. ധൈര്യമായിട്ട് വിശ്വസിക്കുക. ഹാലേലൂയ. അവിടെ ദൈവം പറയാണ്, ഹാലേലിയ, ഇതെന്റെ മകളാണ്. ഹാലേലിയ. അവളുടെ ആമേ വാതിക്കലേക്ക് ഒരുത്തൻ കേറത്തില്ല. അല്ല, ഞാനപ്പോ പറയും, ഞാൻ എല്ലാവരോടും പ്രാർത്ഥിക്കും, പറയും ഹാലേലിയ. ആമേ, യേശു കർത്താവിന്റെ ഒരു ആ ഡിക്ലറേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ആമേ, നമ്മുടെ പിലാത്തോസ് പറയുന്നുണ്ട്, അല്ല, നിന്നെ വിടുവിക്കാനും രക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. നീ പറ എന്ന് പറയും. രക്ഷിക്കാനും എനിക്ക് അധികാരം. അപ്പം കർത്താവ് പറയുന്നുണ്ട്, മൂലം തരാതെ എന്റെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല. ഇത് നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണമെന്ന്. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാ. ഹല്ലേലൂയ. വെറുതെ പറഞ്ഞാൽ പോരാ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മുടെ സ്വർഗത്തിൽ അപ്പൻ പറയാതെ നമ്മുടെ മേൽ ആർക്കും യാതൊരു അധികാരവും ഇല്ല. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറക്കണം. ഹല, ഏത് സാഹചര്യത്തിൽ പോയാലും, ഹല, ഞാൻ പറയും, നിങ്ങളെ ഒരാൾ തെറി വിളിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വഴക്ക് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടി വന്നാലും, ഞാൻ പറയും, നിങ്ങളുടെ മുമ്പ് വന്നിട്ട് നിങ്ങളുടെ നേരെ ഒന്ന് വിരൽ ചൂണ്ടണമെങ്കിൽ എന്റെ ദൈവം അനുവദിക്കാതെ വിരൽ ചൂണ്ടത്തില്ല. അവരുടെ വായൊന്ന് തുറക്കണമെങ്കിൽ ദൈവം അനുവദിക്കാതെ വാ തുറക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഒരു വാക്ക് പറയത്തില്ല. ഹാല, ഇത് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കണം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന മെസ്സേജ് പറയുമ്പോൾ, അല്ല, എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, അല്ല, ഞാൻ ചില സാഹചര്യത്തിൽ ഭയപ്പെട്ടിട്ടുണ്ട്. അയ്യോ, അവർ വന്ന് വഴക്ക് പറയാനൊക്കെ വരുന്നതെന്ന് വെച്ചാൽ, പക്ഷെ അവരെന്നോട് ഭയങ്കര സ്നേഹമായിട്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉള്ളപ്പം മതി, അല്ലെങ്കിൽ കിട്ടപ്പം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അല്ലെ, അവരെ വലിയ ഫേവർ വെളിപ്പെടും. കാരണം വെച്ചാൽ അന്നേരം എനിക്കറിയാം, എൻ്റെ ദൈവം പറയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ, അല്ലെ, നമ്മളെ ആരും. പക്ഷെ ഇനി ഞാൻ പറയാം, നിങ്ങൾ ആരെങ്കിലും ഒരാൾ വന്ന് വേണ്ട വഴക്ക് പറഞ്ഞ് നിങ്ങൾ അവരെ തിരിച്ചു പറയാൻ നിൽക്കേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് ദൈവം അനുവദിച്ചിട്ടാണ് നിങ്ങളുടെ നേരെ വന്നെങ്കിൽ അത് നിങ്ങൾ ഹാലേലിയ, അത് നിങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുത്തേക്കുക. ഹാലേലിയ. ഞാൻ പറഞ്ഞ കണക്ക് 2 രീതിയിലും അത് എടുക്കണം. ഹാലേലിയ. നമ്മളിപ്പോ ഒരാൾ വന്നിട്ട് നമ്മളോട് ഒരു കാര്യമില്ല, ഞാനല്ലേ കിടപ്പ് ഒരു കാരണമല്ല അയാൾ എന്നെ ചീത്ത വിളിച്ചെന്ന് പറയും, പലരും പറയാറുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ദൈവം അനുവദിച്ചു കൊടുത്ത് പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ആമേൻ ദൈവത്തിന്റെ ഹാലേലിയ, ആമേൻ അമ്മന്റെ ആ രാജാവിന്റെ, നമുക്കറിയാം, രാജാവിന്റെ അടുക്കിലേക്ക് നിന്ന് നെഹമ്യാവ് ചോദിക്കുമ്പോൾ, ഹാലേയ, നെഹമ്യാവിനോട് ദൈവം രാജാവ് എന്താ നിന്റെ മുഖം പാടിയേക്ക്, എന്താ നിന്റെ വിഷയം എന്താ, ഹാലെ, നെഹമ്യാവ് വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഫേവറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ടല്ലേ. അവിടെയൊക്കെ നെഹമ്യാവിന് എന്തുകൊണ്ട് അതങ്ങനെ നെഹമ്യാവിന് വേണ്ടിയിട്ട് ആമേൻ രാജാവിന്റെ ഹൃദയം അനുകൂലമായെന്ന് ചോദിച്ചാൽ, നെഹമ്യാവ് ഓടിച്ചാടി ചെന്ന് രാജാവിനോട് ചോദിക്കുകയല്ല ചെയ്തു. നമ്മുടെയൊക്കെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. അല്ലെ, നമ്മളൊരു വിഷയം അങ്ങോട്ട് വെച്ചാൽ അപ്പൊ തന്നെ മറുപടി കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ മാനുഷ്യമായിട്ട് പല കാര്യങ്ങളും പോയി അതിന്റെ പുറകെ പോയി ചെയ്യാൻ നിൽക്കും. പക്ഷെ മാനുഷ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ ദൈവത്തിന്റെ ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ പ്രവർത്തിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ എന്റെ ദൈവം അത് നമ്മൾ ആഗ്രഹിക്കുന്നതിനെ കാട്ടി നന്നായത് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, ചോദിക്കുന്നത് നിനക്കുന്ന അത്യന്തപരമായി ചെയ്യാൻ നമ്മൾ വ്യാപക ശക്തിയാൽ കഴിയും. അപ്പൊ നമ്മുടെ ദൈവത്തിന് നമ്മൾ ചോദിക്കുന്നതിനെ കാട്ടി നനയ്ക്കുന്നതിനെ കാട്ടി വളരെ ശ്രേഷ്ഠമായിട്ട് ചെയ്യും. ദൈവത്തിന്റെ ആഗ്രഹം വലിയ 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 ആഗ്രഹം നമ്മളെ കുറിച്ച്. നമ്മളാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഈ ലോകത്തിന്റെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മളിവിടെ ഉള്ള സമയം മൊത്തം എനിക്കൊരു ജോലി തരണേ, എനിക്ക് ഇച്ചിരി സമ്പത്ത് തരണേ, അല്ലെങ്കിൽ എനിക്കൊരു കാറ് തരണേ, എനിക്ക് ഈ ലോകത്തിൽ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് ഇച്ചിരി കാര്യങ്ങളും ചോദിച്ച് ഈ സമയമെല്ലാം പാഴാക്കി കളയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഞെരുക്കം കൊണ്ടിടുക, ഒരു ബുദ്ധിമുട്ട് കൊണ്ടുവരിക, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവരിക, നിങ്ങൾ അതിനകത്ത് കുടുങ്ങിയിട്ട് അതിനുള്ളിൽ കയറി അടച്ചിരുന്ന് ഹാലേലിയ നിങ്ങളെ കുറിച്ചുള്ള വിളിയും തെരഞ്ഞെടുപ്പും പോലും നിങ്ങൾ മറന്നു പോവുക പലപ്പോഴും. ഹാലേലിയ. ഇത് പിശാചിന്റെ തന്ത്രമാണ്. നിങ്ങൾ തിരിച്ചറിയാത്തത് എന്താ? നമ്മളെ വിളിച്ച ദൈവം, ഹാലേലിയ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം, ഹാലേലൂയ. നമ്മളെ സകല അനുഗ്രഹത്താലും, സ്വർഗത്തിലെ അനുഗ്രഹം അല്ല സിസ്റ്റർ, അത് ഭൂമിയിലെ അല്ലല്ലോ, സ്വർഗത്തിനകത്ത് എല്ലാം ഉണ്ടെന്നേ. ഹാലേലിയ. സ്വർഗീയ അനുഗ്രഹം നിന്റെ മേലുണ്ട്, സ്വർഗീയ കൃപ നിന്റെ മേലുണ്ട്, സ്വർഗീയമായ ഹാലേലിയ അഭിഷേകം നിന്റെ മേലുണ്ട്. ബാക്കിയെല്ലാം അതോടുകൂടി ലഭിക്കും. ആദ്യം അവന്റെ രാജ്യനീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, അത് കാരണം അത് അന്വേഷിക്കുന്നവർക്ക് പുറകെ വന്നോളൂ ഇതൊക്കെ. ഹാലേലിയ. അതിന്റെ പുറകെ അന്വേഷിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. ദാവീദ് പറഞ്ഞ പോലെ നന്മയും കാരണം എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ദാവീദ് ഉണ്ടായ വെളിപ്പാട് പോലൊന്നും ദൈവമക്കൾക്കില്ലല്ലോ ഞാൻ ആലോചിക്കുന്നു. ദാവീദ് പറഞ്ഞ യഹോവന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാവുകയില്ല. ഇത് നമ്മുടെ അപ്പനാണ്. ദൈവം നമ്മുടെ അപ്പനാണ് നമ്മൾ പറയുന്നത്, പിതാവാണ്. നമ്മൾ പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ചത്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നിട്ട് നമുക്ക് ഈ വെളിപ്പാടില്ല. ഓരോ കാര്യങ്ങളും
മുട്ടം അത് ഇതൊക്കെ വിചാരിച്ച് നമ്മൾ ഭാരപ്പെട്ടുണ്ട്. ഇവിടെ നെഹമ്യാവ് പ്രാർത്ഥിച്ചത് ദൈവ സർവശക്തനായ രാജാ. അപ്പൊ നെഹമ്യാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഹാലേലിയ ദൈവത്തിന്റെ മഹത്വത്തോടെ വെളിപ്പെടുത്ത നെഹമ്യാവല്ലേ. നെഹമ്യാവ് ചോദിച്ചു കൊടുത്തു. നമുക്കറിയാം നെഹമ്യാവിന്റെ പുസ്തകം ഒരു പ്രാർത്ഥനയുടെ പുസ്തകം അല്ലേ. അതിനകത്ത് ഏകദേശം 12 പ്രാവശ്യം നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥന ശൂഷൻ രാജധാനി എന്ന് പ്രാർത്ഥന നെഹമ്യാവ്. അവസാനത്തെ പ്രാർത്ഥന യെരുശലേമിൽ നിന്ന് ഹാലേലിയ ആമേൻ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ആമ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച നെഹമ്യാവ് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് അത് അവസാനിപ്പിക്കുന്നത്. ഹാലേലിയ ആമേ ഹാലെ അവിടെ ഇടിഞ്ഞു കിടക്കുന്ന മതിലിനെ ഓർത്ത് കരഞ്ഞ് ഉപവസിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ച നെഹമ്യാവ് മതിൽ പണിഞ്ഞ് പൂർത്തിയാക്കി അതിന്റെ സന്തോഷത്തിൽ പ്രാർത്ഥി ദൈവത്തിന് നന്ദി കരയിട്ട് നെഹമ്യാവിന്റെ പ്രാർത്ഥന. അതിനകത്ത് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നെഹമ്യാവ് നമുക്കറിയാം പല പ്രതിസന്ധി നെഹമ്യാവിന് വന്നു. അവിടെ ചെന്നപ്പോൾ പല പ്രതികൂലം. ആ പ്രതികൂലത്തിലെല്ലാം നെഹമ്യാവ് എന്താ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയുന്നൊരു വാക്യമുണ്ട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും, അവന്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഹാലേലിയ. ഈ കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടിയ നെഹമ്യാവ് നിനക്കെന്ന് ചോദിച്ചാൽ നെഹമ്യാവ് പറയും, ഞാൻ അതിനാണ് അവിടെ ഇരുന്ന് ഉപവസിച്ച് കരഞ്ഞ് എന്റെ ദൈവത്തിന്റെ അടുത്ത് പാപങ്ങളെല്ലാം തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് ജനത്തിന് വേണ്ടി ക്ഷമ ചോദിച്ചു പ്രാർത്ഥിച്ചു. ഹാലേലിയ. ദൈവം ആരാണ് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് രാജാവിന് പെർമിഷൻ ചോദിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പെർമിഷൻ ദൈവം ഇങ്ങോട്ട് വിട്ടെങ്കിൽ പകുതി വഴി മതിൽ വഴി ഉപേക്ഷിപ്പിക്കത്തില്ല. കാരണം ദൈവം ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത ദൈവം പൂർത്തീകരിക്കുന്ന ദൈവമാണെന്നേ. നമ്മളൊക്കെ ദൈവത്തിന്റെ ഒരു പ്രോജക്റ്റാണ്. നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത്? പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അസൈൻമെന്റ് എന്താ വെച്ചാൽ നമ്മളെ നിത്യത എത്തിക്കുക എന്നുള്ളതാണ്. അല്ലേ? എന്തിനാ മുദ്രയിട്ടേക്കുന്നത്? നമ്മളെ വീണ്ടെടുപ്പിനായി നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇങ്ങോട്ട് കയറ്റി സഭയെ നിർത്തി 4 ആളെ ആരാധിച്ചിട്ട് ഇവിടെ കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടല്ലെന്നേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാ പരിശുദ്ധാത്മാവാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നെങ്കിൽ ദൈവം അവിടെ നെഹമ്യാവിന് എന്താ കോൺഫിഡൻസ്. നെഹമ്യാവ് ഓരോ പ്രാവശ്യം പറയും, സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യം സാധിപ്പിക്കുന്നു, അവന്റെ ദാസന്മാർ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഹാലലുയ. അവിടെ പല പ്രതിസന്ധി ആൾക്കാരിൽ വന്നു. പിന്നെ യുദ്ധം അവരെ പേടിപ്പിച്ചു വന്നു, ഭയപ്പെടുത്തി വന്നു, പ്രവാചകയിലൂടെ വന്ന് ഒക്കെ വന്നിട്ടും അതിന്റെ പിന്നാലെ ഒന്നും നെഹമ്യാവ് പോയില്ല. കാരണം നെഹമ്യാവിന് അറിയാവുന്ന നെഹമ്യാവിനെ ഇത് ഏൽപ്പിച്ച സ്വർഗത്തിലെ ദൈവമാണെന്ന്. സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ച് അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ഹാലേലിയ. നമ്മളെയൊക്കെ ജീവിതത്തെ നമ്മൾ പറയും വിശ്വാസം ആയാലും പൂർത്തി വരുത്ത യേശു. നമ്മുടെയൊക്കെ ജീവിതത്തെ അങ്ങനെ ഒരു യേശുവിനെയാണ് നമ്മൾ പിന്തുടരുന്നെങ്കിൽ നമ്മളെയൊക്കെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവം അത് പൂർത്തീകരിക്കും. നിങ്ങൾ അതിന്റെ പിന്നാലെ പോയി തല പുകയ്ക്കൊന്നും വേണ്ട. ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പഠിപ്പിക്കാനുള്ള സമ്പത്ത് ദൈവം തരുമെന്നേ. അതിന് വേണ്ടുന്ന വഴി ദൈവം തുറക്കുന്നു. അതിന്റെ വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ പാരപ്പെടേണ്ട, അതിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾ പാരപ്പെടേണ്ട. ഹാലേലിയ. ദൈവമാണ് ഒരു വേലയ്ക്ക് നമ്മളെ വിളിച്ചതെങ്കിൽ നമുക്ക് വേണ്ടുന്ന വാഹനമാണെങ്കിലും അതിന് വേണ്ടത് ഇന്ധനമാണെങ്കിലും നമുക്ക് താമസിക്കാനുള്ള വീടാണെങ്കിലും നമുക്ക് ആമേൻ നടത്താനുള്ള സഭയാണെങ്കിലും സകലതിന്റെ സ്വർഗത്തിലെ ദൈവം കരുതുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഇവിടെ നെഹമ്യാവിനുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ഹാലേലിയ നമുക്കുണ്ടാകട്ടെ. ദൈവസേന നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഓരോ വിഷയങ്ങൾ ദൈവസേന ഏൽപ്പിക്കുമ്പോഴും ദൈവത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവസേന നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് എന്തെങ്കിലും ആമേ കുറവുകളുണ്ട് ഏറ്റുപറഞ്ഞ് നമ്മൾ ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലണം. അത് തന്നെ നമ്മുടെ ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കടന്നു വരണം. എന്തിനാ? തത്സമയത്തുള്ള കൃപ പ്രാപിപ്പാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഓരോ ദിവസവും ജീവിക്കാൻ ദൈവത്തിന്റെ കൃപ വേണം. അതിന് നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അതിന് നമ്മൾ കുറുക്കുവഴി അന്വേഷിച്ച് വേറെ വഴിയിലേക്കൊന്നും പോകരുത്. ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നെഹമ്യാവിന്റെ പ്രാർത്ഥനയും നെഹമ്യാവിന്റെ പ്രാർത്ഥനയുടെ മറുപടിയും നമ്മൾ കണ്ടു. ഹാലേലിയ. അപ്പൊ നെഹമ്യാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം നെഹമ്യാവിനെ കൊണ്ട് ഹാലേലിയ ഒരു വീടിന്റെ മതിൽ പണിയിച്ച് നല്ല എഴുതിയേക്കുന്നേ. ഹാലേലിയ. ഒരു എന്താ പറയുക, ഒരു ഓഫീസിന്റെ മതിൽ പണിയിച്ച് നല്ല പറഞ്ഞേക്കുന്നത്. ഒരു യെരുശലേം പട്ടണത്തിന്റെ ഇടിഞ്ഞു കിടന്ന മതിൽ വെറും 52 ദിവസം കൊണ്ട് ദൈവം പണിയിപ്പിച്ചു. അവിടെ തോബിയാവൊക്കെ ചോദിക്കുന്നത്, ഈ ചണ്ടി കൂമ്പാരങ്ങൾ നിങ്ങൾക്ക് കട്ടകൾ കിട്ടുമോ, കല്ല് കിട്ടുമോ? അവിടെ നിന്ന് ദൈവത്തിന് കല്ലുകളൊന്നും ലോറിക്കൊണ്ട് അടിക്കേണ്ട കാര്യമില്ലെന്നേ നമ്മുടെ കർത്താവിന്. ഹാലേലിയ. അവിടെ 52 ദിവസം കൊണ്ട് ആ മതിൽ പണി പൂർത്തിയാക്കി. ഹാലേലിയ. ഒരു വീടിന്റെ മതിൽ പണി നമ്മൾ എത്ര ദിവസം എടുക്കും? ഒരു വീട് വെക്കണ എത്ര മാസം എടുക്കും? ഒരു വലിയ പട്ടണത്തിന്റെ മതില് 52 ദിവസങ്ങളിൽ പണിയിപ്പിച്ച് തീർത്തെങ്കിൽ എന്റെ സർവശക്തനായ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. പക്ഷെ നമുക്ക് എന്താണ്? നെഹമ്യാവിനെ പോലെ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ നമുക്കൊരു മനസ്സ് വേണം. ഇന്ന് നമ്മുടെ ദേശത്തിന്റെ നമ്മുടെ പട്ടണത്തിന്റെ എറണാകുളം പട്ടണമൊക്കെ കണ്ട് ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഒരു ദിവസം പോയി കണ്ടിട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര ഭാരം തോന്നിയതാണ്. അവിടുത്തെ SRM റോഡിൽ SRM റോഡിലൂടെ ഒന്ന് പോയപ്പോ 8 മണി സമയത്ത് രാത്രി പോയപ്പോ
പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഒക്കെ മയക്കുമരുന്നൊക്കെ കഴിച്ചിട്ട് ഒരു ബോധമില്ലാത്ത കണക്ക് ഹാലയിൽ അതുങ്ങളൊക്കെ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയത്തിൽ വല്ലാത്ത ഭാരം തോന്നും ഹാലയെ. നമ്മുടെയൊക്കെ ഭവനത്തിൽ നമ്മളെപ്പോലൊരു ഭവനത്തിലെ കുഞ്ഞുങ്ങളാണ് നടക്കുന്നത്. ഹാലലിയ അവരുടെ വീടിന്റെ മതിലൊക്കെ ഇടിഞ്ഞു കിടക്കുന്നുണ്ട്, അത് കിടക്കുന്നത്. അതുകൊണ്ട് പിശാച് അവരെ കമ്പി നമ്മൾ ഹാലലിയ ഇതിനെയൊക്കെ ഓർത്ത് ഹാലലിയ നമുക്ക് ഈ ദിവസങ്ങളിൽ ഹാലലിയ നിങ്ങൾക്കൊന്ന് ഉപവസിക്കാനും നിങ്ങൾക്കൊന്ന് കരയുവാനും ദിവസം നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാനും കഴിയുമെങ്കിൽ ഹാലലിയ നെഹെമ്യാവിനെ ദൈവം ഏൽപ്പിച്ച പോലെ ചിലതൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കും. ദൈവസന്നിധിയിൽ ദൈവത്തെ നോക്കി ദൈവമേ ഹാലലിയ എന്നെ ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി ഏറ്റെടുത്ത് ഞാൻ ദൈവസന്നിധി നിൽക്കുമെങ്കിൽ ദൈവത്തിന് ഉറപ്പ് വരും. ഇവന്റെ കയ്യിൽ കൊടുത്ത ഇവൻക്ക് നല്ല 10 താലന്ത് കൊടുത്ത് 5 താലന്ത് കൊടുത്തതിന് 10 ആക്കിയത് പോലെ ഹാലലിയ ഇവനത് വർദ്ധിപ്പിക്കുമെന്ന് ദൈവത്തിന് ബോധ്യമുണ്ട്. നിങ്ങളുടെ കരങ്ങളിലേക്കൊക്കെ തരുമെന്നേ. കിട്ടിയ താലന്തൊക്കെ എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ട് ഇരിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ കേൾക്കുന്നെങ്കിൽ ഇപ്പം ദൈവസന്നിധി ഒന്ന് ഏൽപ്പിച്ച് നിങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുക്കുക. നെഹെമ്യാവിനെ കൊണ്ടൊരു പട്ടണത്തിന് മതിൽ പണിയിക്കാൻ ദൈവം ഉപയോഗിച്ചെങ്കിൽ ചില പട്ടണങ്ങൾ ചില ഭവനങ്ങൾ ചില വ്യക്തികളെ പണിയാനായിട്ട് ഈ ദിവസങ്ങൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കരത്തിലെടുത്ത് ഉപയോഗിക്കട്ടെ. ഹാലയില്ല ഞാൻ ദേവദാസൻ എനിക്ക് 9 മണിയുടെ സമയം തന്നെങ്കിലും ഞാൻ മെസ്സേജ് അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഹാലയില ഇനി ബാക്കി ദേവദാസന് പറഞ്ഞ് ഹാലയിലിയ ഹാലയിലിയ ഇത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. നെഹെമ്യാവ് ഭാരത്തോടെ പ്രാർത്ഥിച്ച് നെഹെമ്യാവ് ഹാലയിലിയ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിച്ച് അനുതാപമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് ഭയങ്കര കോൺഫിഡൻസോടുകൂടി പ്രാർത്ഥിച്ച് സമർപ്പണത്തോടെ പ്രാർത്ഥിച്ച് നെഹെമ്യാവിനെ കൊണ്ട് ദൈവം മതിൽ പണിഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഹാലയിലിയ നമ്മൾ ഒരു വിഷയത്തിന്റെ ഭാരം ഏറ്റെടുത്ത് ഹാലേലിയ നമുക്ക് ഒരു ഭാരത്തോട് ദൈവസന്നിധി നമ്മളെ ദൈവം ആരാണ് തിരിച്ചറിവോടുകൂടി ഹാലേലിയ നമ്മുടെ ദൈവത്തിന്റെ നമ്മുടെ കുറവുകളേറ്റ് അനുതാപത്തോടെ ഹാലേലിയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ദൈവത്തിന്റെ കോൺഫിഡൻസ് നമ്മൾ അറിയാണ്ട് നമ്മളൊരു കോൺഫിഡൻസോട് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ സമർപ്പണത്തോടെ പ്രാർത്ഥന കേട്ട് ഹാലേലിയ ദൈവം നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കട്ടെ. ഈ ദിവസങ്ങൾ നിങ്ങൾ ചെറുതൊന്നും ആഗ്രഹിക്കരുത് ഹാലേലിയ. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ വലിയ കാര്യങ്ങൾ തന്നെ ആഗ്രഹിക്കുക. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന് വേണ്ടി ചോദിച്ചാൽ ദൈവം ഒട്ടും കുറയ്ക്കത്തില്ല. ഒന്ന് ചോദിച്ചാൽ 10 തരം അനുഭവസ്ഥയാണ് ഞാൻ ഹാലേലിയ. ഒരു പാട്ട് ചോദിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് 10 പാട്ട് തന്നെങ്കിൽ ഹാലേലിയ. അതുപോലെ ഹാലേലിയ ഇന്നും ചോദിച്ച് നിർത്താതെ ഇന്നും തന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിനോട് ചോദിക്കുകയാണെങ്കിൽ ദൈവം അളവ് കൂടാതെ നിങ്ങളിലേക്ക് തരും. അത് നിങ്ങൾ എല്ലാവരും ഇന്ന് എന്റെ ശബ്ദം കേട്ട ഓരോരുത്തരും എല്ലാവരും ഞാൻ പറയാം ഒരാൾ പോലും അതിൽ നിന്ന് മാറിപ്പോവാതെ നിങ്ങൾ എല്ലാവരും ദൈവരാജ്യത്തിന് വേണ്ടി ഇത് നിങ്ങൾ ശക്തമായി പ്രയോജനപ്പെടണം. ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയാനായിട്ട് ഹാലേലിയ നമ്മൾ ഓരോ ഭവനങ്ങളിലേക്കും ഒക്കെ നമ്മളുടെ ഒരു പ്രാർത്ഥനയായിരിക്കും ചിലപ്പോൾ അവരെ പണിയുന്നത്, അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിനായിട്ട് ദൈവം എല്ലാവരും ഉപയോഗിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.